എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അഥവാ ഇ.ഡി. എന്ന ബ്രഹ്മാസ്ത്രം ഉപയോഗിച്ച് ജനാധിപത്യ വ്യവസ്ഥയെ മുഴുവൻ കയ്യിലാക്കാൻ ബി.ജെ.പി. ശ്രമിക്കുന്നു എന്നത് ബി.ജെ.പി. അധികാരത്തിലേറിയപ്പോൾ മുതൽ നേരിടുന്ന ഒരു ആരോപണമാണ്. കേന്ദ്രത്തിലാകട്ടെ സംസ്ഥാന തലങ്ങളിലാകട്ടെ ഓരോ നേതാക്കന്മാരും ബി.ജെ.പിയിലേക്ക് പോകുമ്പോൾ അതാത് പാർട്ടിക്കാർ നടത്തുന്ന പ്രധാന ആരോപണം ഇ.ഡിയെ കാണിച്ച് പേടിപ്പിച്ചു എന്നത് തന്നെയാണ്. ഇവിടെ ആർ ടോക്സിനെ മനസ്സിൽ ഉദിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ചോദ്യം, അല്ലെങ്കിൽ ആർ ടോക്സ് എന്റെ പ്രേക്ഷകരോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ചോദ്യം, ഈ ഇ.ഡി അന്വേഷണം നേരിടുന്നതും ഇ.ഡിയുടെ നടപടികൾക്ക് വിധേയരാകുന്നതും എല്ലാം നിഷ്കളങ്കരായ വ്യക്തികളും രാഷ്ട്രീയ നേതാക്കന്മാരും രാഷ്ട്രീയ പാർട്ടികളും മാത്രമാണോ? യാതൊരു തെളിവുകളും രേഖകളും ഇല്ലെങ്കിൽ പോലും ഇ.ഡി പോലെയുള്ള ഒരു സംവിധാനത്തിന് യാതൊരു കുറ്റവും ചെയ്യാത്ത പാർട്ടികളെയോ പ്രസ്ഥാനങ്ങളെയോ വ്യക്തികളെയോ ഇത്തരത്തിൽ പൂട്ടാൻ സാധിക്കുമോ? ആർ ടോക്സ് ഇന്ന് കൈകാര്യം ചെയ്യുന്ന വിഷയം ഇ.ഡിയും ബി.ജെ.പിയും ഭയപ്പെടുന്ന മറ്റു പാർട്ടിക്കാരും. ആർ ടോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇ.ഡിയുടെ അന്വേഷണം ഏറ്റവും പുതിയതായി എത്തി നിൽക്കുന്നത് കേരളം എന്ന കച്ചിത്തുരുമ്പിൽ തൂങ്ങിയാടി തങ്ങളുടെ നിലനിൽപ്പിന് വേണ്ടി പോരാടുന്ന CPM എന്ന പാർട്ടിയുടെ അടിത്തറ ഇളക്കുന്ന ഒരു രീതിയിലേക്കാണ്. കരുവന്നൂർ ബാങ്കുമായി ബന്ധപ്പെട്ട് ഇ.ഡി നടത്തിയ അന്വേഷണത്തിൽ കണ്ടെത്തിയിരിക്കുന്ന ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഇന്നത്തെ വാർത്തകളിലെ ഏറ്റവും പ്രധാനപ്പെട്ട താരം. ഈ കൈകൾ ശുദ്ധമാണെങ്കിൽ ഒരു വ്യക്തിയായാലും പ്രസ്ഥാനമായാലും ഒരു ഇ.ഡിയെയും ഒരു അന്വേഷണ ഏജൻസിയെയും പേടിക്കേണ്ടതില്ല. എന്നാൽ ഇന്ന് തൃശ്ശൂരിൽ സംഭവിച്ചിരിക്കുന്നത് ഇ.ഡിയുടെ അന്വേഷണ ഭാഗമായി ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് കണ്ടെത്തിയിരിക്കുന്നത് CPIMന്റെ പേരിലുള്ള തൃശ്ശൂരിലെ ബാങ്ക് ഓഫ് ഇന്ത്യയിലുള്ള ഒരു അക്കൗണ്ടിനെ കുറിച്ചാണ്. ഈ അക്കൗണ്ടിൽ വർഷങ്ങളായി കോടികളുടെ ഇടപാടുകൾ നടത്തുന്നു. ഈ അക്കൗണ്ടിന്റെ വിവരങ്ങളെക്കുറിച്ച് ഇതുവരെ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിന് വിവരങ്ങളൊന്നും നൽകിയിട്ടില്ല എന്നതാണ് ഇ.ഡിയുടെ കണ്ടെത്തൽ. എന്താണ് ഇതിൽ യഥാർത്ഥ സത്യം അല്ലെങ്കിൽ രഹസ്യം? തൃശൂർ CPIM ജില്ലാ കമ്മിറ്റിയുടെ പേരിലുള്ള ഈ അക്കൗണ്ടിൽ യാതൊരു തിരിമറികളില്ല എന്നും ഈ അക്കൗണ്ടിനെ കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിന് ആൾറെഡി കൈമാറിയിട്ടുണ്ട് എന്നുമാണ് ജില്ലാ സെക്രട്ടറി ശ്രീ M.M. വർഗീസ് പറയുന്നത്. ഇന്ന് രാജ്യത്തെ ബി.ജെ.പിയുടെ ഏറ്റവും ശക്തരായ എതിരാളി ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കോൺഗ്രസ് പാർട്ടിയോ മറ്റു പാർട്ടികളോ ഒന്നുമല്ല. CPM ഒന്നും പിക്ചറിൽ പോലും ഇല്ല എന്നാണ് സത്യം. ആം ആദ്മി പാർട്ടി തന്നെയാണ് ഇന്ന് ബി.ജെ.പിയുടെ ഏറ്റവും ശക്തരായ എതിരാളികൾ. ബി.ജെ.പിക്കെതിരെ നട്ടെല്ലോട് നിന്ന് എതിർക്കുന്നതും ആം ആദ്മി പാർട്ടി തന്നെയാണ്. ആ ആം ആദ്മി പാർട്ടിയുടെ നേതാവായ അരവിന്ദ് കെജ്രിവാളിനെയാണ് ഇന്ന് ഇ.ഡി പിടിച്ച് അറസ്റ്റ് ചെയ്ത് അകത്തിട്ടിരിക്കുന്നത്. ഇത് മറ്റൊരു കള്ളക്കളിയാണോ, അല്ലെങ്കിൽ ശരിക്കും അരവിന്ദ് കെജ്രിവാളിന് ഇതിൽ പങ്കുണ്ടോ? ഇതൊക്കെ വളരെ സംശയങ്ങളും വളരെ ചിന്തിപ്പിക്കുന്നതുമായ ചോദ്യങ്ങളാണ്. തെളിവുകൾ പുറത്തു വരണം, വാർത്തകൾ ശക്തമായ രീതിയിൽ പുറത്തു വരണം, സത്യങ്ങൾ പുറത്തു വരണം. അങ്ങനെ വരാതെ ഇതിനെക്കുറിച്ച് ഒരു അനുമാനത്തിൽ എത്തിച്ചേർക്കാൻ ആർ ടോക്സിനോ നിങ്ങൾക്കോ മാധ്യമങ്ങൾക്കോ ആർക്കുമാവില്ല. ഈ അടുത്തിടയ്ക്ക് കോൺഗ്രസിൽ നിന്നും ബി.ജെ.പിയിലേക്ക് പോയ ഒരു പ്രധാനപ്പെട്ട നേതാവാണല്ലോ ശ്രീമതി പത്മജ വേണുഗോപാൽ. പത്മജ വേണുഗോപാലിന്റെ ബി.ജെ.പി പ്രവേശനവുമായി ബന്ധപ്പെട്ട് കേൾക്കുന്ന മറ്റൊരു വിവരം, അല്ലെങ്കിൽ ഒരു അണിയറ രഹസ്യം പോലെ പറഞ്ഞു കേൾക്കുന്നത്, പത്മജ വേണുഗോപാലിന്റെ ഏറ്റവും ഒരു അടുത്ത ബന്ധുവിനുള്ള അനധികൃത സമ്പാദ്യങ്ങളെക്കുറിച്ച് ഇ.ഡി അന്വേഷണം ആരംഭിച്ചുവെന്നും അതിൽ നിന്നും രക്ഷ നേടുവാനായി, അല്ലെങ്കിൽ ഈ അന്വേഷണത്തെ കാണിച്ച് തന്നെ ഭയപ്പെടുത്തി പത്മജ വേണുഗോപാലിനെ ബി.ജെ.പിയിലേക്ക് വരുത്തി എന്നതുമാണ്. എന്നാൽ ആർ ടോക്സിന് ഇതിന്റെ സത്യാവസ്ഥയെക്കുറിച്ചൊന്നും അറിയില്ല. അതുകൊണ്ട് ഇത് ആരോപണമായി തന്നെ നിലനിൽക്കട്ടെ. കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുമെന്ന് പ്രതീക്ഷിക്കാം. ഈ അവസാനിപ്പിക്കുന്നതിന് മുൻപായി ആർ ടോക്സ് എന്റെ പ്രേക്ഷകരോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഇനിയും യഥാർത്ഥത്തിൽ ബി.ജെ.പി ഇ.ഡിയെ ഉപയോഗിച്ച് ഓരോ പാർട്ടിയെയും നേതാക്കന്മാരെയും തങ്ങളുടെ വരുതിക്ക് വരുത്താൻ ശ്രമിക്കുകയാണെന്ന് വിശ്വസിച്ചാൽ തന്നെ യാതൊരു സാമ്പത്തിക ക്രമക്കേടും അഴിമതിയും നടത്താത്ത ഏതെങ്കിലും നേതാക്കന്മാർക്കോ പാർട്ടികൾക്കോ ഇതിനെ ഭയപ്പെടേണ്ട ആവശ്യമുണ്ടോ? അങ്ങനെയാണെങ്കിൽ ഇതിന്റെ അർത്ഥം എന്താണ്? ഇത്തരത്തിൽ ഇ.ഡി അന്വേഷണം ഓരോ നേതാക്കന്മാരും പാർട്ടികളും ഭയപ്പെടുന്നുണ്ടെങ്കിൽ അതിൽ നിന്നും സാധാരണക്കാരായ ജനങ്ങൾ അരിയാഹാരം കഴിക്കുന്ന നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? ഇവിടുത്തെ ഒരു രാഷ്ട്രീയ നേതാവിനും ഒരു രാഷ്ട്രീയ പാർട്ടിക്കും ജനങ്ങളോട് യാതൊരു കടപ്പാടുമില്ല. അവരെല്ലാം തന്നെ അനധികൃതമായി സമ്പത്തുണ്ടാക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു മാർഗം മാത്രമാണ് രാഷ്ട്രീയം എന്നതുമാണ്. എന്തായാലും ജനാധിപത്യത്തിലുള്ള വിശ്വാസം നഷ്ടപ്പെടുത്താതെ വരുന്ന ഇലക്ഷനിൽ വീണ്ടും സ്വപ്നം കണ്ടുകൊണ്ട് വോട്ട് ചെയ്യാൻ വിധിക്കപ്പെട്ട ഓരോ മലയാളിക്കും ഓരോ ഇന്ത്യൻ പൗരനും ആശംസകൾ നേർന്നുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. നന്ദി, നമസ്കാരം.